തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. എറണാകുളം ശിവക്ഷേത്രത്തിലെ തിരുവുത്സവം ആരംഭിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും എറണാകുളം ശിവക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് തിരുവുത്സവം സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഉത്സവമാണ് എറണാകുളത്തപ്പന്റെ തിരുവുത്സവം. 23-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് തന്ത്രി പ്രമുഖൻ ബ്രഹ്മശ്രീ ചേനാസ് നാരായണ നമ്പൂതിരിപ്പാടിന്റെ കൊടിയേറ്റത്തോടുകൂടി ഉത്സവത്തിന് തിരിതെളിയും. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ മേളപ്രമാണിമാരുടെ മേളവും പഞ്ചാരയും പഞ്ചവാദ്യവും തായമ്പകവും എറണാകുളത്തപ്പന് പോലീസ് നൽകുന്ന ഗാർഡ് ഓഫ് ഹോണർ എന്നിവ ഉത്സവത്തിന് പ്രാധാന്യമേറ്റുന്നു. രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭരും പ്രശസ്തരുമായ 1000-ലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാകാരന്മാരുടെ 150-ൽ പരം കലാപരിപാടികൾ അരങ്ങേറും. DH ഗ്രൗണ്ട് ഉൾപ്പെടെ 5 വേദികളായാണ് ഉത്സവ മാമാങ്കം അരങ്ങേറുന്നത്. ഗജവീരന്മാരുടെ പകൽപൂരവും ശ്രദ്ധേയമാണ്. 7 നില പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. 28-ാം തീയതി KS ചിത്രയുടെ ഭക്തിഗാനമേള അരങ്ങേറും. 7 ആനകളാണ് ഉത്സവത്തിന്റെ മുന്നോടിയായി ക്ഷേത്ര മൈതാനിയിലെത്തി ഉത്സവത്തിന് തുടക്കം കുറിച്ചത്. പ്രസിഡന്റ് അശോക് കുമാർ, സെക്രട്ടറി രാമകൃഷ്ണൻ, ട്രഷറർ അഖിൽ ദാമോദരൻ, 19 അംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് ഉത്സവം നിയന്ത്രിച്ചു വരുന്നത്. നന്ദഗോവിന്ദൻ ഭജൻസും അരങ്ങേറും. ഉത്സവത്തിന്റെ കൊടിയേറുകയാണ്. ഇന്ന് വൈകുന്നേരം 7 മണിക്കുമുള്ള ശുഭമുഹൂർത്തത്തിലാണ് കൊടിയേറ്റം നടക്കുന്നത്. വിവിധ കലാപരിപാടികളും ഏകദേശം 1000-ഓളം കലാകാരന്മാർ, 150-ൽ പരം കലാപരിപാടികൾ, അതുപോലെ തന്നെ നന്ദഗോവിന്ദം ഭജൻസ്, KS ചിത്ര, നമ്മുടെ വാനമ്പാടിയായിട്ടുള്ള KS ചിത്ര, ബ്ലൂ ഡയമണ്ട്സ്, ബിജു നാരായണൻ, മസാല കോഫി പോലുള്ള പരിപാടികൾ ഈ 5 വേദികളിൽ 4ാമത്തെ വേദിയായ DH ഗ്രൗണ്ടിലാണ് മേജറായിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കുന്നത്. അകത്ത് 28-ാം തീയതി KS ചിത്രയുടെ ഭക്തിഗാനമേള അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 11ഓളം ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയാണ് പകൽപൂരം നടക്കുന്നത്. ഇന്ന് 7 ആനകളാണ് ഇന്ന് ഉത്സവത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ക്ഷേത്രാചാരപ്രകാരമുള്ള ചടങ്ങുകൾക്കായിട്ട് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നു. ദേശത്തിലെ മുഴുവൻ വാസികളും എറണാകുളത്തപ്പൻ സ്വന്തം അപ്പൻ എന്ന് വിളിക്കുന്നത് എല്ലാവർക്കും എറണാകുളത്തപ്പനോടുള്ള അമിതമായ സ്നേഹവും വിശ്വാസവും, ഒരച്ഛൻ വീട്ടിൽ എങ്ങനെ നമ്മളെ പരിപാലിക്കുന്നു അതുപോലാണ് ഈ ദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളെയും എറണാകുളത്തപ്പൻ പരിപാലിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ക്ഷേത്ര ഉപദേശക സമിതി, അതിൻ്റെ പ്രസിഡന്റ് ശ്രീ അശോക് കുമാർ, സെക്രട്ടറി രാമകൃഷ്ണൻ, അതുപോലെ ട്രഷറർ കൂടിയായിട്ടുള്ള ദേവസ്വം ഓഫീസർ അഖിൽ ദാമോദരൻ, അതുപോലെ 19 അംഗ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റികളാണ് ഇത് നിയന്ത്രിച്ചു വരുന്നത്. ഇതുവരെ കാണാത്ത തരത്തിൽ തൃശ്ശൂർ പൂരത്തിന് മാത്രം പ്രത്യേകതയായിട്ടുള്ള 7 നില പന്തൽ ആദ്യമായി എറണാകുളത്തപ്പൻ്റെ മണ്ണിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് അതിൻ്റെ ഒരു ഐഡിയ അവതരിപ്പിച്ചത് തന്നെ തൃശ്ശൂരുകാരൻ കൂടിയായിട്ടുള്ള നമ്മുടെ ദേവസ്വം ഓഫീസർ അഖിൽ ദാമോദരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം അവിടെ നിന്നുള്ള കലാകാരന്മാരെ കൊണ്ടുവന്നിട്ടാണ് ഈ 7 നില പന്തൽ DH ഗ്രൗണ്ടിൽ ഇന്ന് തയ്യാറായി വന്നിരിക്കുന്നത്. ഇന്ന് പൂർത്തിയാകുകയാണ്. അതൊക്കെ ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകതകളും ക്ഷേത്രാചാരപ്രകാരമുള്ള കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ. ന്യൂസ് ബ്യൂറോ, എറണാകുളം.